2 പച്ചമാങ്ങ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പച്ചടി ഉണ്ടാക്കി കാണിച്ചിട്ട് അതും തേങ്ങ ഒന്നും ചേർക്കാണ്ട് നമുക്ക് ദിവസങ്ങളോളം സൂക്ഷിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പച്ചമാങ്ങ ഇപ്പോൾ പച്ചമാങ്ങ സീസണല്ലേ, അപ്പം ഈ ഒരു മാങ്ങ കിട്ടുമ്പോൾ ഉണ്ടല്ലോ നിങ്ങളൊന്ന് ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നല്ല മീൻ പൊരിച്ചതിൻ്റെ ഒക്കെ കൂട്ടത്തിലോ മുട്ട പൊരിച്ചതിൻ്റെ ഒക്കെ കൂട്ടത്തിലൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കറിക്ക് കൂട്ടാനായിട്ട് നല്ല അടിപൊളി കറിയാണ്. സിമ്പിളായിട്ട് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു കറിയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടായതെന്ന് പറയാനും കൂടി മറക്കരുത്. അപ്പം ഞാനിപ്പോൾ എടുത്ത് വെച്ചേക്കുന്നതെന്ന് പറയുമ്പോൾ ഒരുപാട് പച്ചയല്ല, അന്ന് ചെറിയ രീതിയിൽ ചെനച്ച് തുടങ്ങിയ മാങ്ങയുണ്ട്. അപ്പം അത് നമുക്ക് നല്ല പച്ച മാങ്ങ എടുക്കാം, അതല്ലെങ്കിൽ ഒന്ന് ചെനച്ച് തുടങ്ങിയ മാങ്ങ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് ചെത്തി എടുത്തിട്ടുണ്ടല്ലോ. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെത്തി ഒന്ന് നമുക്കൊന്ന് ഒന്ന് പീസ് കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞിടാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അരിഞ്ഞേക്ക് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ്. ഒരുപാട് കട്ടിയാവാനും പാടില്ല, എന്നാൽ തീരെ കട്ടി കുറഞ്ഞു പോകാനും പാടില്ല. നമ്മളിങ്ങനെ കറി എടുത്ത് കൂട്ടുമ്പോൾ നമുക്ക് മാങ്ങയുടെ കഷ്ണങ്ങൾ കിട്ടാവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ചട്ടിയിലേക്ക് ഇതുപോലെ അങ്ങോട്ട് അരിഞ്ഞിട്ടത് ഒന്ന് കൊട്ടിയിട്ട് ഒരു നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് നന്നായിട്ട് പിടിച്ച് വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വേവിക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ഉപ്പ് ഒട്ടുവാണെങ്കിൽ പെട്ടെന്ന് ഞങ്ങളുടെ ഉപ്പ് പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു നുള്ളി ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് വെള്ളം കോരി ഒഴിക്കേണ്ട, ചെറുതായിട്ടൊരു 1/4 ഗ്ലാസ്സോളം വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. മാങ്ങയുടെ വേവ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു 5 മിനിറ്റ് പോലും നേരം വേണ്ട. പെട്ടെന്ന് മാങ്ങ ആയതുകൊണ്ട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 5 മിനിറ്റ് നേരം ആയില്ല, ആവണുള്ളൂ. അപ്പം ആ നേരമായപ്പോഴത്തേക്കും ഞാനിപ്പോൾ ഒന്ന് മൂടി തുറന്ന് നോക്കി. അപ്പോൾ ഇതുമ്പോൾ ഏകദേശം ഒന്ന് ഇതുപോലെ ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കേട്ടോ, ഒരുപാട് ഉടഞ്ഞു പോയിട്ടില്ല, എന്നാൽ കറക്റ്റായിട്ട് വേവുകയും ചെയ്തു. ഞാനിപ്പോൾ ഇതൊന്ന് അരിപ്പക്കൊട്ടയിലേക്ക് ഒന്ന് കൊട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതിൻ്റെ മസാല നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 സവാളയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കനം കുറച്ച് അരിഞ്ഞിട്ട് അതായത് ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് കുത്തി ഇളക്കി ഒന്ന് ഉടത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു കറി ഒരുപാട് ദിവസം കേടുകൂടാതെ ഇരിക്കട്ടെ. നമുക്ക് വെളിയിൽ തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെക്കണ്ട. ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർക്ക് എളുപ്പമാണ്. അതല്ല ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കും അതുപോലെ ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കൊരു 5-6 കഷ്ണം വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൊണ്ടും കൂടിയിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അതും അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 3-4 ഉണക്കമുളക് കേട്ടോ, വറ്റൽമുളക് അതും ഇട്ട് കൊടുക്കണേ. പിന്നെ ഇതുപോലെ ഒരു കുറച്ച് കറിവേപ്പില കേട്ടോ. ഈ ഒരു കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുഞ്ഞ് ജീരകം ഉണ്ടല്ലോ, നമ്മൾ ഈ വെള്ളം തിളപ്പിക്കുന്ന ചെറിയ ജീരകം, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഒരുപാട് പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട കേട്ടോ, നമ്മളൊന്ന് ചതച്ചെത്തുമ്പോൾ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള പണി നോക്കാവേ. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് ഞാനിപ്പോൾ ഒരു കുറച്ച് എണ്ണ എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കുണ്ടല്ലോ കുറച്ച് ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് ഒരു കുറച്ച് കടുകും കൂടെ ഇട്ട് പൊട്ടിക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഇതൊന്ന് മൂത്തല്ല, ഇതൊന്ന് പൊട്ടി വരുമ്പം നമുക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉള്ളി മുളകും പിടിച്ച് ചമ്മന്തി ഉണ്ടാക്കത്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഈ ഒരു ഐറ്റം നമ്മളിങ്ങനെ മൂത്ത് വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ലൊരു മണമാണ് കേട്ടോ ഇതിങ്ങനെ. അപ്പം ഈ ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഈ എണ്ണയിൽ തന്നെ കിടന്ന് ഉണക്കമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് മൂത്ത് വന്നെ നന്നായിട്ടൊന്ന് ചെറുത രീതിയിലൊന്ന് മൂത്ത് വരുമ്പോൾ ഉണ്ടല്ലോ നമുക്കിതിനകത്തേക്ക് ഇത്തിരി കളറ് കിട്ടാനായിട്ടുണ്ടല്ലോ ഒരു 1/4 സ്പൂണോളം മുളക് പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറിക്ക് നല്ലൊരു ഒരു പ്രത്യേക ഒരു ഭംഗിയുമായിരിക്കും. ഇങ്ങനെ നല്ലൊരു ചുവന്ന കളർ ഇങ്ങനെ കിടക്കുകയും ചെയ്യും കേട്ടോ. പ്രത്യേക ഒരു കളറായിരിക്കും കറിക്ക് കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത്തിരി മുളക് പൊടി മൂപ്പിച്ച് കൊടുക്കണേ. ഇനി നമ്മളവിടെ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ സവാള ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അതും കൂടെ കൂടിയിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഈ വഴറ്റി കൊടുത്തതിലേക്ക് നമുക്കൊരു നുള്ള ഉപ്പിട്ട് കൊടുക്കണേ. ഈ ഒരു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ കൂട്ടിയിലേക്ക് യോജിപ്പിച്ചിട്ട് നമുക്കതിനകത്തേക്ക് നമ്മളവിടെ ആവി കയറ്റി മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ മാങ്ങയുണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് കൊട്ടാട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഈ കൊട്ടിയത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ സവാളയും മാങ്ങയും ഒക്കെ കൂടി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മിക്ക ആളുകളും ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇത്തരത്തിൽ നിർത്തുന്ന ആളുകളുണ്ട്. പക്ഷെ നിങ്ങളുണ്ടല്ലോ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചെറിയൊരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു കറി ദിവസങ്ങളോളം ഇരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു 2 സെക്കൻഡ് നേരത്തേക്ക് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കണം. അതിനുശേഷം നമുക്കതിലേക്കുണ്ടല്ലോ നമ്മുടെ നല്ല കട്ട തൈരുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ചേർക്കണ്ട, നമുക്ക് കട്ട തൈരുണ്ടല്ലോ നമുക്കൊരു നുള്ളു വെള്ളം ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അത് കറക്കിയതിന് ശേഷം നമ്മുടെ ഈ ഒരു കൂട്ടിലത്തേക്ക് ഇതിങ്ങനെ ഇട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല മണമാണ് കേട്ടോ ഈ ഒരു കറിക്ക്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ നല്ലൊരു പച്ചടിയൊക്കെ വാങ്ങി കഴിക്കത്തില്ലേ, അതിൻ്റെ അതേ ടേസ്റ്റാണ്. നല്ല പ്രത്യേക മണമാണ് കേട്ടോ.
ഇനി ഉണ്ടല്ലോ ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് മൂടി വെക്കുക. ഇനി ഉണ്ടല്ലോ ഞാനിപ്പം ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നു. തൈര് ഒഴിച്ചതിന് ശേഷം പിന്നെ ഗ്യാസ് ഓണാക്കി വെക്കരുത്. തൈര് കിടന്ന് തിളയ്ക്കുമ്പം ഇതിൻ്റെ ടേസ്റ്റ് മണമൊക്കെ പോകും കേട്ടോ. നല്ല ഗ്രേവി ആയിട്ട് നമുക്ക് തൈരും മാങ്ങയും നമ്മുടെ സവാളയൊക്കെ കൂടെ കൂടി അങ്ങനെ മുങ്ങി കിടന്നിട്ടുണ്ടല്ലോ, നമുക്ക് ഈ ഒരു സവാള മാത്രം ബാക്കി കഴിക്കാനായിട്ട് പ്രത്യേക ടേസ്റ്റാണ്. നല്ല രീതിയിൽ തന്നെ ആ ഒരു പുളിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഒരു സവാളയിലേക്കും മാങ്ങയിലേക്കൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ, നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെയല്ല, നമ്മളിത് കഴിച്ച് നോക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഉണ്ടാക്കി നോക്കാം, സിമ്പിളല്ലേ, 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു കറിയാണ്, ദിവസങ്ങളോളം സൂക്ഷിക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു വന്ന അഭിപ്രായം കൂടി വന്ന് പറയണം കേട്ടോ. അപ്പോൾ നല്ലൊരു കാണാതെ ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കില്ല കേട്ടോ.